Hey Sanju, very thankful to you. ബിക്കോസ് ഇന്നലത്തെ ആ മാച്ച് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ് എനിക്ക് തോന്നിയത്. അത് എനിക്ക് മാത്രമാണെന്നറിയില്ല, എല്ലാം മലയാളികൾക്ക് തോന്നിയ ഒരു വികാരം ആണ്. ഇന്നലെ ആ മാച്ച് കാണുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ശരിക്കും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ യൂത്ത് അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതുപോലെ സഞ്ജു 2016 ഇങ്ങനെ ടീമിൽ കയറുന്നു, അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്ന ചാൻസ് ചിലപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം 10 വർഷം കാത്തിരുന്നു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ. അദ്ദേഹം സെഞ്ചുറി നേടി മികച്ച ബാറ്റ്സ്മാൻ ആണെന്ന് എല്ലാവരെയും കാണിച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിന് നിലനിൽക്കാൻ ടീമിൽ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവസാനം അദ്ദേഹം തന്നെ വേണ്ടി വന്നു ഇന്ത്യയെ സെമി ഫൈനലിൽ എത്തിക്കാൻ. തന്റെ 10 വർഷത്തെ സ്വപ്നമായിരുന്നു. അങ്ങനെ അദ്ദേഹം അത് നേടിയെടുത്തു, തന്റെ ടീമിനെ സെമി ഫൈനലിലേക്ക് എത്തിച്ചു. സോ നമ്മുടെ ലൈഫിലും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് അധികം കാത്തിരിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്കത് കിട്ടാതിരിക്കാം. ലെറ്റ് ഇറ്റ് ബി, അത് വിട്ട് കളയുക. ചിലത് നമുക്കുള്ളതായിരിക്കാം, അത് നമ്മൾ നേടിയെടുക്കുക. ജീവിതം അങ്ങനെയാണ്. ചിലപ്പം പല നിമിഷങ്ങളിലും പല അവസരങ്ങളിലും we need to make various decisions in our life, whether it will go wrong or not. We need to make one decision, right? So ഇപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു, പക്ഷെ അത് നമുക്ക് മാറ്റാനൊരു ടൈം ഉണ്ടെങ്കിൽ we need to rethink, right? അതിന്റെ ഭവിഷ്യത്ത് എന്താവും, അഥവാ അത് എടുക്കണോ അല്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ എന്നൊരു തിങ്ക് ചെയ്ത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ലെങ്കിൽ പോട്ട്, എന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ പോട്ട്, അടുത്ത പണി നോക്കുക. അങ്ങനെ ആയിരിക്കുക. എന്നേലും ഒരു കാലത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമുക്ക് കിട്ടും. സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുക, മുന്നോട്ട് പോവുക. താങ്ക് യു ഗൈസ്.